മാന്ദ്യകാലത്തെ ബജറ്റ് അവതരണവുമായി ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് ഈ ബജറ്റിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിലാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്, എന്താണ് ഈ ബജറ്റിലൂടെ ഏത് നിലയ്ക്കാണ് ദേശീയ തലത്തിൽ തന്നെ സാമ്പത്തിക സ്ലോ ഡൗൺ നേരിടുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെ ഈ സാഹചര്യത്തെ മറികടക്കാം എന്നതാണ് ഈ ബജറ്റിലൂടെ ധനമന്ത്രി അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. ക്ഷേമ പെൻഷനുകൾ 1300 രൂപയാക്കി എന്നത് ഈ ബജറ്റിലെ പ്രധാനപ്പെട്ട ആകർഷണീയ ഘടകങ്ങളിൽ ഒന്നാണ്. എല്ലാ ക്ഷേമ പെൻഷനുകൾക്കും 100 രൂപ കൂട്ടിയെന്ന് ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് പറഞ്ഞു. വയോമിത്ര പദ്ധതിക്ക് വേണ്ടി 24 കോടി രൂപ. ജെൻഡർ ബജറ്റ് മാതൃകയിൽ ഇനി മുതൽ എൽഡർ ബജറ്റും തയ്യാറാക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വളർച്ചാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നുവെന്നും ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. 7.2% സംസ്ഥാനത്തിന്റെ വളർച്ചാ നിരക്ക്. GST വഴി പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാനായിട്ടില്ലെന്നും ധനമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞു. കേരളത്തിന് സാമ്പത്തിക വളർച്ച 2011-12, 2015-16 കാലയളവിൽ 4.9% വീതമായിരുന്നത് 2016-17 മുതൽ 2018 വരെയുള്ള കാലയളവിൽ 7.2% വീതമായി ഉയർന്നു. ആദ്യ കാലയളവിൽ കേരളത്തിന്റെ വളർച്ച ദേശീയ ശരാശരിയേക്കാൾ താഴ്ന്ന നിലയിലാണെങ്കിൽ ഇപ്പോൾ ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന നിലയിലാണ്. സർ, പ്രതികൂലമായ സാഹചര്യങ്ങളെ മറികടന്ന് കേരള വികസനം യാഥാർത്ഥ്യമാക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് 1800 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഗ്രാമീണ റോഡ് വികസനത്തിന് 1000 കോടിയും റോഡ് വികസനത്തിന് 1500 കോടിയും പ്രത്യേകം അനുവദിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം 12047 കോടി രൂപയാക്കി ബജറ്റിൽ വകയിരുത്തിയിട്ടുമുണ്ട്. കിഫ്ബി വഴി 50,000 കോടിയുടെ പദ്ധതികൾ ഉണ്ട്. അതെ, 2 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിട്ടുള്ളത്. നിയമസാമാജികര് നിർദ്ദേശിച്ചിട്ടുള്ള പ്രവൃത്തികളിൽ 1500 കോടിയുടെ പ്രവൃത്തികൾക്കായി അധിക തുക അനുവദിക്കുകയാണ്. ഇവയ്ക്ക് 20% വകയിരുത്തിയിട്ടുണ്ട്. കിഫ്ബി വഴി 50,000 കോടിയുടെ പദ്ധതികൾ. കിഫ്ബി സംസ്ഥാനത്തിന്റെ മുഖഛായ മാറ്റിയെന്ന് ധനമന്ത്രി അവകാശപ്പെട്ടു. കിഫ്ബിയുടെ മാന്ദ്യവിരുദ്ധ പാക്കേജുകൾ ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഗ്രാമീണ വികസനത്തിന് 1000 കോടി രൂപയും തീരദേശ വികസനത്തിന് 1000 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 10 ബൈപ്പാസുകളും 20 ഫ്ലൈ ഓവറുകളും 74 പാലങ്ങളും നിർമ്മിക്കുമെന്ന് മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. 2020-21 കിഫ്ബിയിൽ നിന്ന് 20,000 കോടി രൂപ ചെലവ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് നൽകുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. കിഫ്ബി നിക്ഷേപം നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖഛായ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 2985 കിലോമീറ്റർ ഡിസൈൻ റോഡുകൾ, 43 കിലോമീറ്ററിൽ 10 ബൈപ്പാസുകൾ, 22 കിലോമീറ്ററിൽ 20 ഫ്ലൈ ഓവറുകൾ, 53 കിലോമീറ്ററിൽ 74 പാലങ്ങൾ, കോവളം മുതൽ ബേക്കൽ വരെ തെക്ക് വടക്ക് ജലപാത, 2040 വരെ വൈദ്യുതി ഉറപ്പുവരുത്തുന്നതിനുള്ള ട്രാൻസ്ക്രിപ്റ്റ് 2 പദ്ധതി, ദുർബല വിഭാഗങ്ങൾക്ക് സൗജന്യമായി ഇന്റർനെറ്റ് നൽകുന്ന K-ഫോൺ പദ്ധതി, 57 ലക്ഷം ചതുരശ്ര അടി സ്കൂൾ കെട്ടിടങ്ങളും സമ്പൂർണ്ണ കാസ്മുറി ഡിജിറ്റലൈസേഷൻ, 33 ലക്ഷം ചതുരശ്ര അടി കോളേജ് യൂണിവേഴ്സിറ്റി കെട്ടിടങ്ങളും, 4.65 ലക്ഷം ചതുരശ്ര അടി IT കെട്ടിടങ്ങൾ, 4 ലക്ഷം ചതുരശ്ര അടി സാംസ്കാരിക സ്ഥാപനങ്ങൾ, 37 ലക്ഷം ചതുരശ്ര അടി വരുന്ന 44 സ്റ്റേഡിയങ്ങൾ, 46 ലക്ഷം ചതുരശ്ര അടി ആശുപത്രി കെട്ടിടങ്ങളും അത്യാധുനിക ഡയാലിസിസ്, കാർഡിയോളജി, ഓങ്കോളജി സംവിധാനങ്ങളും ഉപകരണങ്ങളും, 4384 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതികൾ, 1520 MLD ശേഷി, 2450 കിലോമീറ്റർ വിതരണ പൈപ്പ്, 85 ലക്ഷം ഉപഭോക്താക്കൾ. സർ, 2021 മാർച്ചിന് മുമ്പ് 85 ലക്ഷം ചതുരശ്ര അടി വരുന്ന 237 കെട്ടിടങ്ങളുടെയും മറ്റ് പ്രൊജക്ടുകളുടെയും ഉദ്ഘാടനം നടക്കുന്നതാണ്. ബജറ്റ് അവതരണത്തിന് ശേഷം ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് ഇപ്പോൾ നിയമസഭയിലെ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ചെറിയ കറക്ഷൻസ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മനസ്സിലായതാണ്. കറക്ഷൻ നടത്തും. ഒന്ന്, 1000 ജനസംഖ്യക്ക് ഒരു തൊഴിലില്ല, 5 പേർക്കാണ്.
തദ്ദേശഭരണ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കേണ്ട തൊഴിലവസരങ്ങൾ 1001 1005. 2 ഇടവൺ പാത, അതിൻ്റെ ഫലമായിട്ട് നമ്മൾ സ്ഥാപിത ശേഷി 800 മെഗാവാട്ട്, അവിടെ ഇരിക്കുന്ന 2000 പുറത്തുനിന്ന് മാറി 800. അതിൽ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ളത് 1000 ജനസംഖ്യക്ക് 5 വെച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ബഡ്ജറ്റ് അവതരണം കഴിയുമ്പോൾ ഒരുപക്ഷെ കേട്ടവർക്കൊക്കെ ഉണ്ടാകുന്ന ഫീല് അടുത്ത വർഷം ഉറപ്പായിട്ടും നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരും എന്നുള്ള സർക്കാരിൻ്റെ ആത്മവിശ്വാസം ഈ സർക്കാരിനെയും കഴിഞ്ഞ 2 വർഷ സർക്കാരിനെയും കാലമെടുത്താൽ 2019-20 ഏറ്റവും മോശം വർഷം. നമ്മുടെ വരുമാനം കൂടുന്നില്ല, കേന്ദ്രത്തിന് കിട്ടുന്നത് 8,000 കോടി രൂപ കുറഞ്ഞു. അപ്പൊ അത് നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, വളരെ ഞെരുക്കുണ്ടാകും. പക്ഷെ ഈ ബഡ്ജറ്റിലൂടെ കേരളത്തിന് നൽകുന്ന ഉറപ്പ് അടുത്ത വർഷം ഇങ്ങനെ ആയിരിക്കില്ല. ഇനി കേന്ദ്ര സർക്കാർ നമ്മളെ ഞെരുക്കാൻ തീരുമാനിച്ചാലും അടുത്ത വർഷം നമ്മൾ തയ്യാറാണ്. നമ്മുടെ കേന്ദ്ര നികുതി വിഹിതം 5,000 കോടി രൂപ കുറയും എന്നുള്ളത് ശരിയാണ്. പക്ഷേ കമ്മി നികത്തുന്നതിന് വേണ്ടി കേരളത്തിന് അനുവദിച്ചിട്ടുള്ള ഗ്രാന്റ് 15,000 കോടി. അപ്പൊ ഈ 5,000 കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ കൂടുതൽ, കഴിഞ്ഞ പക്ഷേ 5,000 കോടിയാണ് കിട്ടുന്നത്, കൂടുതലുണ്ട്. അത് ഞാൻ പറഞ്ഞ കേന്ദ്ര സർക്കാർ നമ്മുടെ വായ്പ വെട്ടിക്കുറച്ചാലും ഇത്തവണ ഉണ്ടായ പ്രശ്നങ്ങളുണ്ടാകും. അല്ല, അവർ കുറച്ചുകൂടി ഉദാരമായ സമീപനം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു വർഷമാണ് കേരളത്തിൽ കാത്തിരിക്കുന്നത്. അതിൽ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. ഒന്ന്, കേന്ദ്രീകൃതമായ പശ്ചാത്തല സൗകര്യ നിർമ്മാണത്തിനും വ്യവസായത്തിനും എല്ലാം വേണ്ടിയുള്ള ഇടപെടൽ. ഞാൻ പശ്ചാത്തല സൗകര്യങ്ങളെ കുറിച്ച് പറയുന്നില്ല, കിഫ്ബി വഴിയുള്ള ഇടപെടൽ. ആ ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ എത്ര വിസ്മയകരോ, ഒരു വിസ്ഫോടനോ. അത് മാത്രമല്ല, അത് ഉപയോഗപ്പെടുത്തി കേരളത്തിൽ ആധുനിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള വലിയൊരു പരിശ്രമം ഈ ബഡ്ജറ്റിൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏത് ബഡ്ജറ്റിനേക്കാൾ നിന്ന് വ്യത്യസ്തമാക്കുന്നത് തൊഴിൽ സൃഷ്ടിക്ക് നൽകുന്ന ഒരു പ്രാധാന്യം. ഒന്ന്, വലിയ കമ്പനികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ചെറിയ കമ്പനികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെറിയ തുകയല്ല, 1 മാസത്തെ ശമ്പളമാണ് സബ്സിഡി നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആര് പുതിയ വ്യവസായം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് ആരംഭിച്ചാൽ നിലവിലുള്ള സ്ഥാപനങ്ങൾക്കില്ല, അവിടെയുള്ള തൊഴിലാളി എങ്ങനെ നിശ്ചയിക്കുന്നത്? PF ESI രജിസ്ട്രേഷൻ. ആ തൊഴിലാളിക്ക് കേരള സർക്കാർ 1 മാസത്തെ ശമ്പളം അവർക്ക് കൊടുക്കും. ഇതുപോലൊരു തൊഴിൽ പ്രോത്സാഹന പരിപാടി ഇതിക്ക് മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട്. 2, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ട് ഈ ബഡ്ജറ്റിലും പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഇവിടെ വന്ന് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ഇവിടെ കൂടുതൽ ചെന്നൈക്കാളും ബാംഗ്ലൂർക്കാളും കൂടുതൽ തുക കൊടുക്കണം. യെസ്, നമ്മൾ അവരോട്ട് ഏകീകരിക്കാൻ തീരുമാനിച്ചു. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഇത്ര പൈസ പറയും? നോ.
അത് വ്യവസായികളോട് കൂടി ചർച്ച ചെയ്തിട്ട് ഈ ബഡ്ജറ്റിൻ്റെ തയ്യാറെടുപ്പ് മേളയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു വ്യവസായി വിളിച്ച് ഇങ്ങനൊരു പ്രശ്നവും നമ്മുടെ ഒരു അറിയപ്പെടുന്നൊരു വിളിച്ച് പറഞ്ഞു. നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നു. സോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തത്, ഈ വ്യവസായങ്ങൾ വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം വൈദ്യുതിയാണ്. ഈ ബഡ്ജറ്റ് ഗ്യാരണ്ടി ചെയ്യുന്നത് കേരളത്തിലെ വോൾട്ടേജ് ഉണ്ടാവും. 2, കേരളത്തിൽ ഇങ്ങനെ ഫീസ് പോകണ പരിപാടി ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഫീസ് പോണേ? ഇപ്പോഴും എവിടെയെങ്കിലും മരമൊക്കെ വീഴുമല്ലോ, മരങ്ങളുള്ള പ്രദേശം. ഒരു ട്രാൻസ്ഫോമറിലേക്ക് 11 kV ഒറ്റ ലൈനേ ഉള്ളൂ. എല്ലാ ട്രാൻസ്ഫോമറുകളും പുതുക്കുക മാത്രമല്ല, അതിലേക്ക് 2 ലൈനുകളൊക്കെ, ഒന്ന് വീണാൽ മറ്റൂടെ കറണ്ട് വരും. പുതിയ ട്രാൻസ്ഗ്രിഡ് വഴി വൈദ്യുതി സുലഭമായിട്ട് ലഭ്യമാകാം. സോ ഈ നടപടികൾ. അവസാനം പ്രധാനപ്പെട്ടത്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ നമുക്ക് ഒരു 1000 ആളുകൾക്ക്, ജനസംഖ്യക്ക് 5 വീതം തൊഴിലുണ്ടാകും. അത് ഈ സംഘടിത മേഖല തൊഴിൽ പോലത്തെ തൊഴിലല്ല. പക്ഷേ കാർഷിക മേഖലയില്ല, കാർഷികേതര മേഖലയിൽ ആ പ്രദേശത്തെ കാർഷിക വിഭവങ്ങൾ സംസ്കരിക്കുന്നതിന്, അല്ലെങ്കിൽ ഇപ്പം പ്ലാസ്റ്റിക് ബദൽ ഉൽപ്പന്നങ്ങൾക്ക്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികൾക്ക് വേണ്ടി തന്നെയാണ്. അത് പഞ്ചായത്തിലെ സഹകരണ സംഘങ്ങൾ, സ്വാശ്രയ ഗ്രൂപ്പുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, ഇതിനൊക്കെ ധനസഹായവും സബ്സിഡിയും പഞ്ചായത്തിൻ്റെ ഫണ്ടുകളിൽ നൽകി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ടിനൊന്നും ക്ഷാമമില്ല. കേട്ടു. അതിന് മൊത്തം അവർ വഴി കൈകാര്യം ചെയ്യുന്ന 21,000 കോടി രൂപയാണ്. സോ ഇതാണ് നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചാല്. പശ്ചാത്തല സൗകര്യങ്ങൾ അത് ഉപയോഗപ്പെടുത്തി കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാം. ആ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടു കൂടിയുള്ള സ്റ്റാർട്ടപ്പിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് എനിക്ക് തോന്നിയത്, ബാൻഡിക്കൂട്ട് പരിപാടി ഞാൻ 3 വർഷം മുമ്പ് എടുത്തതാണ്. ഇപ്പോഴാണ് KFC-ന്ന് അവർക്കുള്ള പണം കൈമാറിയത്, 5 കോടി. KFC നന്നായി ചെയ്തു, അവർക്കുള്ള സ്ഥലം കണ്ടുപിടിച്ചു കൊടുത്തു, അപ്പാര പാർക്ക് സ്ഥലം. പക്ഷെ ഇതെന്തിനാ ഇത്ര സമയം എടുക്കണത്? സോ നോ, അക്രോസ് ദ കൗണ്ടർ കൊടുക്കണം. അതിന് അഷ്യൂർഡ് ഓർഡർ ഉണ്ടെങ്കിൽ, ബാൻഡിക്കൂട്ടിന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഓർഡർ ഉണ്ടെങ്കിൽ ആ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന റിസ്ക് ഉണ്ട്. രസവേറ്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. ഇനി നല്ലൊരു ആശയമാണ് സംസ്ഥാന സർക്കാരിന് ആവശ്യമുള്ള 1 കോടി രൂപ വരെ KFC വേറെ ചർച്ചയൊന്നുമില്ല, കൊടുക്കാം, സഹായിക്കാം. സോ സ്റ്റാർട്ടപ്പ് മിഷനുകൾ പ്രോത്സാഹിപ്പിക്കാനുള്ള സോ ഇത് ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഒട്ടേറെ ക്യാമ്പയിൻ പ്രോഗ്രാമുകൾ. അതിൽ നമുക്കായുണ്ട്, ശുചിത്വ കേരളത്തിൻ്റെതുണ്ട്, ഫലവൃക്ഷ ക്യാമ്പയിനുണ്ട്, നദീ പുനരുജ്ജീവനമുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ആകെ ഒരു തടസ്സം വരുന്നത് ഈ ഇലക്ഷൻ പഞ്ചായത്തിൽ വരുന്നു. അപ്പോൾ ഇതൊക്കെ നിൽക്കുമല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം എൻ്റെ തയ്യാറെടുപ്പൊക്കെ തീർത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഭരണസമിതി വന്നാൽ ഈ ചാലിലേക്കാണ് കയറാം. ഇതാണ് ചാല്. സോ ജനകീയാസൂത്രണത്തിൻ്റെ 25ാം വാർഷികം ഇങ്ങനെ ഒരു അഭൂതപൂർവമായ ജനകീയ മുന്നേറ്റത്തിനോടുകൂടി സന്ദർഭവും അവസരമാക്കുന്നതിന് നമ്മൾ ശ്രമിക്കുകയാണ്. അതാണ് ഈ ബഡ്ജറ്റിൻ്റെ സത്തയെന്ന് പറയും. അതേസമയം പുതിയ ഒരുപാട് ഭാരം നികുതിയൊക്കെ അടിച്ചേൽപ്പിക്കുന്നതിനല്ല, ചില ടീക്കിംഗ് ഉണ്ട് നിശ്ചയമായിട്ട് റേറ്റുകൾ വർദ്ധിപ്പിക്കുന്നത്. അതിൽ പുതുമയുള്ളൊരു കാര്യം, ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ആ പ്രദേശത്ത് ചുറ്റുപാടുള്ള സ്ഥലത്ത് ഭൂമിയുടെ വില വളരെ ഗണ്യമായിട്ട് ബെറ്റർമെൻറ്റ് ലഭിക്കും. സംതിങ് ഹാസ് ടു കം. അപ്പം അതൊക്കെ ജനകീയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഫിനാൻസ് ബിൽ ആക്ട് പാസ്സാക്കുമ്പോൾ അവസാനം രൂപം നൽകും. കാരണം അത്രയേറെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വരുന്നത്.
അതിൻ്റെ ഒരു ഭാഗം വരിക. അതുപോലെ നികുതി കുടിശ്ശിക കഴിഞ്ഞ അമനിസ്റ്റിയേക്കാൾ വളരെ ഉദാരമായ സമീപനമാണ്. കഴിഞ്ഞ പിഴയും പലിശയും ഒഴിവാക്കിയിട്ടുള്ളൂ. ഡിസ്പ്യൂട്ടഡ് ടാക്സ് മുഴുവൻ അടക്കണം. ഇപ്പോൾ ഡിസ്പ്യൂട്ടഡ് ടാക്സിൻ്റെ 50% ഇളവ് നൽകി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് പേര് തയ്യാറാവും. സോ അടുത്ത വർഷം ഇന്നത്തെ രീതിയിലുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മാർച്ച് വരെ ഉണ്ടാവുകയെ. മാർച്ചിലാണ് പുതിയ സാമ്പത്തിക വർഷം, ഏപ്രിലാണ് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. ഏപ്രിൽ മുതൽ നമുക്ക് ഈ വർഷത്തെ ഞെരുക്കങ്ങൾ മറികടക്കാം, പുതിയ ഒന്നിലേക്ക് പോകാം. ഇതാണ് ഈ ബഡ്ജറ്റ് നൽകുന്ന സന്ദേശം. ഈ അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കും. അപ്പോഴല്ലേ നമുക്ക് വല്ല പോരായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാൻ പറ്റത്തുള്ളൂ. സോ എല്ലാ വിമർശനങ്ങളെയും ഗൗരവത്തിൽ തന്നെ എടുക്കുന്നു. അപ്പോൾ പ്രതിപക്ഷം നികുതി പിരിവിനെക്കുറിച്ച് അവരുടെ പറഞ്ഞിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങൾക്കും പരിഹാരം ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അതാണ് എൻ്റെ 12 കൃത്യമായ നിർദ്ദേശങ്ങൾ. നേരത്തെ പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളതല്ല. യെസ്, വിമർശനങ്ങൾ ഉണ്ടാവട്ടെ എന്ന്, അത് പരിഹരിക്കണം. പക്ഷേ വിമർശകർ മനസ്സിലാക്കേണ്ടത് നികുതി പിരിക്കാന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കയറിയിടാൻ പറ്റത്തില്ല, ഇവിടെ പോയിട്ട് പിരിച്ചെടുക്കും, ചില പ്രയോഗം നടത്തില്ല, ഒന്നുമല്ല. നിങ്ങൾ അവരുടെ കണക്ക് പരിശോധിക്കണ്ടേ? അതിന് ആനുവൽ റിട്ടേൺ കിട്ടാതെ നിങ്ങളെങ്ങനെ കണക്ക് പരിശോധിക്കുന്നത്? സോ ഇറ്റ് കനോട്ട് ബി ഡൺ. അതാ പറഞ്ഞത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ചെയ്തതിൻ്റെ അപ്പുറം കേന്ദ്രത്തിന് ചെയ്യാനില്ലല്ലോ. നമ്മുടെ വായ്പ പരിധി ഉയർത്താതിരിക്കാം. നമുക്ക് അനുവദനീയ വായ്പ നമ്മൾ നേരത്തെ നമ്മുടെ പബ്ലിക് അക്കൗണ്ടിൽ വർധനയുണ്ടായിട്ടെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ഭാഗം 4,500 കോടി മാറ്റിവെക്കാം. ഇതെല്ലാം ചെയ്യാൻ പറ്റേ. അവർ വേറെ ചിലത് കൂടി ഇടുന്നുണ്ട്. പക്ഷെ അതൊന്നും അടുത്ത വർഷം ബാധകമാവില്ല, അതിന് പിന്നത്തെ വർഷമൊക്കെ നോക്കത്തുള്ളൂ. ഇത്രയും വന്നാൽ പോലുണ്ട് നമ്മൾ നീന്തിക്കയറും. ഈ BJP സർക്കാരിൻ്റെ സ്വഭാവം എന്തും ചെയ്തു കളയുന്നത്. രജനീകാന്തിന് ഇവിടെയുള്ള പെരുമാറ്റം എന്തായിരുന്നു? വിജയിയോട് എന്താണ്? ലൊക്കേഷനിൽ പിടിച്ചുകൊണ്ട് പോയില്ലേ? 2 ദിവസം ഇരുത്തി ചോദ്യം ചെയ്യല്ലേ? ഇവർ കള്ളന്മാർ ഓടിപ്പോകും. അപമാനിക്കാൻ ക്ഷണിക്കാൻ അവരെ വിമർശിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ BJP സർക്കാർ വേറൊരു ജനസാണ്. നമ്മൾ പരിചിതമായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് ബഡ്ജറ്റിൻ്റെ ആമുഖമായിട്ട് ഒരു 6-7 പേജ് ഈ പുതിയ സാഹചര്യത്തിൽ പുതിയ വെല്ലുവിളിയെക്കുറിച്ച്. അതിൽ സാമ്പത്തികത്തിലൊന്നുമല്ല, രാഷ്ട്രീയവും. അത് രാഷ്ട്രീയമാണ്. പക്ഷെ ഒന്ന് പറഞ്ഞു പോയതേ എല്ലാം മനസ്സിൽ വെച്ചിട്ട് തന്നെ നിങ്ങളറിയാം, നിങ്ങൾ ഏതറ്റം വരെ പോകുന്നവരാണെന്നറിയാം. പക്ഷെ ഭയപ്പെടുത്താൻ നോക്കണ്ട, ഇത് തന്നെ പറഞ്ഞു. കേൾക്കാൻ കഴിഞ്ഞില്ല, സോറി. അത് പറഞ്ഞാൽ എങ്ങനെ നികുതി പിരിക്കുന്നത്? നികുതി പിരിക്കണമെങ്കിൽ ആനുവൽ റിട്ടേൺ കിട്ടണം മിനിമം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നികുതിയിൽ അനർഹമായിട്ടെടുത്ത ഇൻപുട്ട് ക്രെഡിറ്റ് പരിശോധിച്ച് മനസ്സിലാക്കി അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂ. ആനുവൽ റിട്ടേൺ ഇല്ലാതെ, അതാണ് നമ്മുടെ ആധാരം പരിശോധനയുടെ.
അത് ഈ ജനുവരി 31 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. 4 പ്രാവശ്യം നീട്ടിവെച്ചു. അത് ഫെബ്രുവരിയിലേക്ക് മാറ്റി. ഇപ്പൊ ഫെബ്രുവരി 7 മാറ്റി. ഇത് ആർക്കാണിത് പരിശോധിക്കാൻ പറ്റുക? ഏത് സംസ്ഥാന സർക്കാരിനും പറ്റും, കേന്ദ്രത്തിനും പറ്റില്ല, ആർക്കും പറ്റുന്നതല്ല. കാരണം GST നികുതി പിരിവ് ഈ ആനുവൽ റിട്ടേണും അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഇൻവോയ്സുകളെയും അടിസ്ഥാനത്തിലാണ് അത് മാച്ച് ചെയ്തിട്ടാണ്. ഞാൻ പറയണത്, ഞാൻ നികുതി പിരിച്ചു, 10 കോടി രൂപ പിരിച്ചു. എന്നിട്ട് ഞാൻ പറയണു, ഞാൻ വിറ്റ സാധനങ്ങൾ മേടിച്ചപ്പോൾ 8 കോടി രൂപ നികുതി കൊടുത്തിട്ടുണ്ട്. അപ്പം 8 കോടി രൂപ കിഴിച്ച് 2 കോടിയെ നികുതി തരത്തുള്ളൂ. ഇതാണ് നികുതി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 5 കോടി കൊടുത്തിട്ടുള്ളൂ, 8 കോടിയാണ് എടുത്തിരിക്കുകയാണ്. 3 കോടി തിരിച്ചു പിടിക്കണമെങ്കിൽ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടണ്ടേ, ആരീന്ന് വാങ്ങി ഇൻവോയ്സ് കിട്ടണം. അപ്പോൾ നമ്മൾ നോക്കും അയാളുടെ റിട്ടേണിൽ ഇയാൾക്ക് വിറ്റതായിട്ട് കണക്കുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ പിടിക്കും. ഇതാണ് എൻ്റെ രീതി. ഇത് കിട്ടിയാലേ ചെയ്യാൻ പറ്റൂ. ഇത് കിട്ടാതെ, ഈ റിട്ടേൺ കിട്ടാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പം നമ്മുടെ പ്രതീക്ഷ ഏതായാലും ഫെബ്രുവരി 7 അതിനപ്പുറത്തേക്കൊന്നും പോവില്ല. കഴിഞ്ഞ ഡേറ്റ് നീട്ടിയിട്ടില്ല. അപ്പോൾ 1 വർഷത്തെ കിട്ടി, അത് തുടങ്ങാം. മാർച്ച് 30-നാണ് 2018-19 റിട്ടേൺ കിട്ടേണ്ടത്. അതും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ 2 വർഷത്തെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തുടങ്ങാം. എൻ്റെ രാഷ്ട്രീയം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇവിടെ ചോദിച്ചല്ലോ, ഈ സർക്കാർ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? ഈ ഗാന്ധിയെ, മഹാത്മാഗാന്ധിജിയെ ഇങ്ങനെ കൊലപാതകം നടത്തിയത് തന്നെ, അതിനെ കൊലപാതകയെ മാന്യനായിട്ട് ചിത്രീകരിക്കുന്നത്, ഉയർത്തിപ്പിടിക്കുന്നത്, അങ്ങനെ കൊലപാതകം തന്നെ ഇല്ല എന്ന് പറയുന്നത്, ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത്. അത് ഓർമ്മിക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത്. സംശയമില്ല, ഈ കേന്ദ്രത്തിനല്ല എനിക്കെന്താ, കേന്ദ്ര സംസ്ഥാനം ഭരണഘടനമായി നിൽക്കുന്ന ഈ രാഷ്ട്രീയത്തിനെതിരാണ്. ഒരു സംശയം വേണ്ട, നഖശിതാന്തം, ഒരു തീർപ്പുമില്ല. ഇനി സാമ്പത്തികം മാത്രമല്ല, സർവ്വതലങ്ങളിലും എന്നെ ചോദ്യം ചെയ്യും. എന്തിന് കാരണം? കൃഷിയിൽ കൃഷിയിലെ വളർച്ചയുടെ മുഖ്യമായിട്ടുള്ള തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് പ്രളയം തന്നെ. നിങ്ങളുടെ ഒരു ക്രോപ്പ് മുഴുവൻ പോയി, നെല്ലിൻ്റെത്. നിങ്ങളുടെ മറ്റു വിളകൾക്കൊക്കെ എത്രയോ നാശനഷ്ടം. നമ്മുടെ 30,000 കോടി രൂപ നഷ്ടം വന്നു എന്ന് പറയുന്നതിൻ്റെ 3/4 പങ്കും കാർഷിക മേഖലയുടെ നഷ്ടമാണ്. ആ പ്രളയം തന്നെ ഏറ്റവും വലിയ തിരിച്ചടി. രണ്ടാമത്തത്, നാണ്യവിളകളുടെ വില. റബ്ബർ വെട്ടുന്നില്ല, പിന്നെ എങ്ങനെയാണ് റബ്ബർ ഉത്പാദനം കൂടുന്നത്? വളരെ ഉയർന്ന ഉൽപ്പാദനക്ഷമതയുള്ള മീനച്ചിൽ താലൂക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ ആൾക്കാർ റബ്ബർ വെട്ടുന്നുള്ള, അല്ലെങ്കിൽ വെട്ടുകൂലി മുതലിക്കുന്നില്ല. എല്ലാവരും എല്ലാ ദിവസവുമല്ല, ആഴ്ചയിൽ 2 ദിവസം 3 ദിവസമായിട്ട് മാറ്റുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വർദ്ധിക്കുക? അതാണ് കാരണം. KSRTC ഞാൻ വായിക്കാതെ വിട്ടുകളഞ്ഞ പാരഗ്രാഫിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 1000 കോടി രൂപ KSRTC ഈ വർഷവും സർക്കാർ ലഭ്യമാക്കും. അതിന് പുറമെ KSRTC പദ്ധതിയിൽ നിന്ന് 100 കോടി രൂപ വൈകിരത്തിലുണ്ട്. അത് രണ്ടും KSRTC ഉറപ്പ് നൽകിയിട്ടുണ്ട്.
പിന്നെ വല്ലതും ബാക്കി വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഈ വർഷം 1000 പറഞ്ഞിട്ട് 1300 കൊടുക്കുന്നുണ്ടല്ലോ, അതുണ്ട്. ഇത് സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കുകയില്ല. ഇങ്ങനെ സർക്കാരിൻ്റെ വരുമാനം പാതി ഏതാണ്ട് 3 മാസം പോയിട്ടും സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ എങ്ങനെ സർക്കാർ അഡ്ജസ്റ്റ് ചെയ്യണത്? ഈ പറഞ്ഞ രീതിയിലാണ്. സഹകരണ സംഘം കൊടുക്കുക, 6 മാസം കഴിഞ്ഞ് തരാം, അപ്പം അടുത്ത വർഷം സഹകരണ സംഘത്തിന് കൊടുത്ത് തീർത്താൽ മതി. അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയല്ല, സർക്കാർ കോഓപ്പറേറ്റീവിന് കൊടുക്കണം. വെച്ചാൽ ഇത്രയേറെ ധനവൈഷമ്യം ഉണ്ടായിട്ടും ഖജനാവിൽ പണമില്ലാതിരുന്നിട്ടും ഇത്തരത്തിലുള്ള ബാധ്യതകൾ സർക്കാർ ഏറ്റെടുക്കുന്നു. അതാണ് നൽകുന്ന സന്ദേശം. അത് പറഞ്ഞാൽ കേൾക്കുന്ന സഹകരണ സംഘങ്ങളായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. ഒരെണ്ണത്തിന് അന്തർദേശീയ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം നമുക്ക് നോക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ളതിലേക്ക് പോകും. ഏതായാലും ഇത് എല്ലാവരും വേണം എന്നുള്ള അഭിപ്രായമാണ്. കുറേ അഭിപ്രാത്യാസവും ഇല്ല. 10 വർഷം മുമ്പ് ഞാനത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും തമാശയായിരുന്നു. ഇതിപ്പോൾ എല്ലാവർക്കും ഇപ്പം എന്താ ചെയ്യാത്തതെന്നുള്ള തർക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് നടത്താം. ഒരെണ്ണം ടെൻഡർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ACS ഫിൻ പല ഏജൻസികൾ ഇതിൽ ബന്ധപ്പെട്ടാണല്ലോ, അതിനെ ഏകോപിപ്പിക്കും. എന്തോ എന്തിൻ്റെ ശരി, ഞാൻ പരിഹരിച്ചു തരാം ഉറപ്പായും. നിങ്ങൾക്ക് തന്നിനി പിന്നെ എങ്ങനെയാണ് ശരിയാവണത്? ഞാൻ എന്താണെന്ന് അന്വേഷിക്കും. ശരി, അതിന് ഏർപ്പാടുണ്ടാക്കാം. എന്താ പ്രശ്നം എന്നുള്ളത് ഞാൻ അന്വേഷിക്കട്ടെ. അതിൽ സോഫ്റ്റ്വെയർ പ്രിൻറ്റിങ്ങിന് ഫോണിലൊരു പ്രശ്നം വന്ന് 7 മണിക്കാണ് അതിൻ്റെ പ്രിൻറ്റിങ് നടത്തിയത്. അതിൻ്റെ വല്ല പ്രശ്നമാണോ എന്താണെന്നുള്ളത് അടിയന്തരമായിട്ട് ചെയ്യാം. ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാനിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്ത് അത് കൊടുത്തു കഴിഞ്ഞു. തരാം ചെറുപ്പിടാൻ. യെസ്, അത് പുതിയ കാര്യമല്ല. കഴിഞ്ഞ വർഷം പറഞ്ഞതാണ്. എല്ലാ സർക്കാർ ഫീസുകളും 5% വെച്ച് വർഷം തോറും വർദ്ധിപ്പിക്കും. വിലക്കയറ്റം ഉണ്ടല്ലോ, അതാ ചില കാര്യങ്ങൾ കൂട്ടും. ബാക്കിയുള്ള 5% വർധന എന്ന് വെച്ചാൽ സർക്കാർ എന്തെങ്കിലും നക്കാപ്പിച്ച സേവനം കൊടുത്തുകൊണ്ട് പോകാനല്ല, സമഗ്രമായ ആരോഗ്യത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും എല്ലാ മേഖലയിലും കൊടുക്കുന്നതിനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അതെങ്ങനെ ഫിനാൻസ് ചെയ്യേണ്ടത്? കേരളത്തിലുള്ള മുഴുവൻ ആളുകളുടെയും മുഴുവൻ രോഗങ്ങൾക്കും സൗജന്യ ചികിത്സ സർക്കാർ നൽകണമെന്നുള്ള നമ്മുടെ നിലപാട്. അപ്പോൾ അതിൻ്റെ ഫിനാൻസിങ് പ്രശ്നമാണ്. ആ ഫിനാൻസിങ്ങിൻ്റെ തത്വം ഞാൻ നേരത്തെ പറഞ്ഞു. അതിന് ചെറിയ ഫീസ് ഉണ്ടാവും. ആ ഫീസ് വിലക്കയറ്റത്തിനനുസൃതമായിട്ട് എല്ലാ വർഷവും 5% വെച്ച് കൂടും. ഈ വർഷവും വർദ്ധിപ്പിക്കും. പാട്ടക്കുടിശ്ശിക ഇത്രയും നാളായിട്ട് ഇങ്ങനെ കൂടുന്നതല്ല, കുറയുന്നില്ല. അപ്പോൾ 2013 വരെ ഉള്ളത് പാതിയെങ്കിലും മേടിക്കാം എന്നുള്ളതാണ്. നമുക്ക് ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തുടങ്ങിയവ ഇറക്കി വിടാൻ പറ്റും. പാട്ടക്കുടിശ്ശികളുള്ളവർ, ക്ലബ്ബുകളും കാര്യങ്ങളും. അപ്പോൾ ഒരു സമവായത്തിൽ തീർക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ആ സ്ഥാപനങ്ങൾക്ക്, ക്ലബ്ബുകൾ തുടങ്ങിയവയ്ക്കെല്ലാം ഇത്രയും നാൾ കൊടുത്തില്ല, ഇതെല്ലാം തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഇറക്കിശപ്പെടുത്തി കളയും എന്ന് പറഞ്ഞൊരു കൺഫ്രണ്ടേഷന് പോകാൻ സർക്കാരിന് താല്പര്യമില്ല. അതുകൊണ്ട് ഉദാരമായൊരു അമ്നിസ്റ്റി വെച്ചിരിക്കുന്നു. അവരതെങ്കിലും തരണം. തന്നില്ലെങ്കിൽ പിന്നെ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും. സാധാരണക്കാരന് 100 രൂപ വെച്ച് പെൻഷൻ
അതിൻ്റെ ചിലവ് വരുന്നത് 800 കോടി രൂപ അധികം. ആ സാധാരണക്കാരന് കൊടുത്തിട്ടുണ്ട്. ബജറ്റ് അവതരണത്തിന് ശേഷം ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ അനുയോജ്യമായ പശ്ചാത്തല സൗകര്യ വികസനവും അതോടൊപ്പം നിക്ഷേപങ്ങളെ ആകർഷിക്കാൻ പാകത്തിൽ സംവിധാനങ്ങൾ ഒരുക്കുകയുമാണ് ഈ ബജറ്റിലൂടെ താൻ പ്രധാനമായി ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ധനമന്ത്രി വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് സ്വീകരിക്കുന്ന നയങ്ങൾക്കെതിരെയും അതോടൊപ്പം തന്നെ കേന്ദ്രം പൊതുവിൽ CAA അടക്കമുള്ള വിഷയങ്ങളിലെ രാജ്യ സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയമായ പ്രതികരണം എന്ന നിലയ്ക്കാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ആദ്യ ഭാഗം ബജറ്റിൽ ഉൾപ്പെടുത്തിയതെന്നും ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഇപ്പോൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ ബജറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ പാകത്തിൽ കൂടുതൽ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരാൻ ആവശ്യമായ പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ടെന്നും കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച അതിൽ ഒരു മാറ്റം ഉണ്ടാകാൻ ഈ അടുത്ത ഒരു വർഷം കൊണ്ട് ഉണ്ടാകാൻ പാകത്തിലാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ എന്നും ധനമന്ത്രി അവകാശപ്പെട്ടു. കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം ഏറെ ക്ലേശതകൾ അനുഭവിച്ച പിന്നാക്കാവസ്ഥ നേരിട്ട ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. അതിനെ മറികടക്കാൻ അനുയോജ്യമായ തരത്തിലുള്ള ഒരു സമീപനം ഈ ബജറ്റിലൂടെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ധനമന്ത്രി അല്പം മുൻപ് മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചത്. ബജറ്റിന്റെ ആമുഖത്തിൽ അദ്ദേഹം നടത്തിയ കേന്ദ്ര സർക്കാരിനും BJP സർക്കാരിനും എതിരെ നടത്തിയ പരാമർശങ്ങൾ ബോധപൂർവമാണ് എന്നതും ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാക്കേണ്ടതല്ല ഇത്തരം പ്രസ്താവനകളെങ്കിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പ്രസ്താവനകൾ ഒഴിവാക്കാൻ കഴിയില്ല. അത് സംസ്ഥാന സർക്കാരിന്റെ കേരളത്തിന്റെ ഒരു സൂചനയാണ്, ഒരു മുന്നറിയിപ്പാണ്. സംസ്ഥാന ഗവൺമെന്റിനെ സംസ്ഥാന സർക്കാരിനെ ഇനിയും ഞെരുക്കിയാലും പിടിച്ചു നിൽക്കാനുള്ള മുൻകരുതൽ ബജറ്റിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും തോമസ് ഐസക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്രം കുറെ കൂടി ഉദാര സമീപനം സംസ്ഥാനത്തോട് സ്വീകരിക്കുകയാണെങ്കിൽ അത്ഭുതകരമായ വളർച്ച വികസന പരിപാടികളുടെ കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കാൻ സർക്കാരിന് കഴിയുമെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അത് എന്താണ് എന്ന ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്തു തീർക്കേണ്ട ഒരുപിടി പ്രധാനപ്പെട്ട പദ്ധതികൾ ബജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഭരണസമിതികൾ ആ ബജറ്റ് നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ കർമ്മപദ്ധതി തയ്യാറാക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന ഭരണസമിതി ആ ചാലിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് തോമസ് ഐസക് വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ ബജറ്റ് പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി കടക്കാം. വിവിധ ജില്ലകൾക്കുള്ള പ്രത്യേക പാക്കേജുകൾ ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി പാക്കേജിന് 1000 കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. തോട്ടം തൊഴിലാളികളുടെ പാർപ്പിട പദ്ധതി ലൈഫ് മിഷന്റെ ഭാഗമാക്കും. ഇടുക്കി ജില്ലയിൽ എയർ സ്ട്രിപ്പ് പദ്ധതി നടപ്പിലാക്കുമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. 100 കോടി രൂപ ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി മാറ്റിവെക്കും. സ്പൈസസ് പാർക്കിന്റെയും ആഗ്രോ പാർക്കിന്റെ നിർമ്മാണം ഊർജിതപ്പെടുത്തും. വട്ടവടയിലെ ശീതകാലവിളക്ക് പ്രത്യേക പരിഗണന നൽകും. കേരളത്തിലെ പ്ലാന്റേഷനുകളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒരു പ്രത്യേക ഡയറക്ടറേറ്റ് രൂപീകരിക്കുന്നതാണ്. തോട്ടം തൊഴിലാളികളുടെ പാർപ്പിട പദ്ധതി ലൈഫ് മിഷന്റെ ഭാഗമാക്കും. ഇടുക്കിയിൽ എയർ സ്ട്രിപ്പ് സ്ഥാപിക്കും. കിഫ്ബിയിൽ നിന്ന് ഏതാണ്ട് 1000 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ഇതിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് 100 കോടി, കുടിവെള്ളത്തിന് 80 കോടി, ആരോഗ്യത്തിന് 70 കോടി, സ്പോർട്സിന് 40 കോടി, മരാമത്ത് പണികൾക്ക് 300 കോടി എന്നിവ ഉൾപ്പെടും. കുട്ടനാട് പദ്ധതിക്കായി ഈ വർഷം 750 കോടി രൂപ അനുവദിച്ചു. 3 വർഷത്തെ 2400 കോടിയുടെ പ്രവർത്തനങ്ങൾക്ക് അനുമതിയുണ്ട്. ആലപ്പുഴ KSDPയിൽ 6.4 ഏക്കർ സ്ഥലത്ത് ഓങ്കോളജി പാർക്ക് നിർമ്മിക്കും. ആലപ്പുഴയെ പൈതൃക നഗരമാക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞു. കുട്ടനാടിന് 2400 കോടി രൂപയുടെ പാക്കേജ് പ്ലാനിംഗ് ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ട്. പ്രളയാനുഭവം കൂടി കണക്കിലെടുത്ത് 2ാം കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കും. മത്സ്യത്തൊഴിലാളിയുടെ സഹായത്തോടെ കായലിന്റെ അടിത്തട്ട് പ്ലാസ്റ്റിക് മാലിന്യം വിമുക്തമാക്കുകയാണ് ആദ്യപടി. 2. ഇതോടൊപ്പം യന്ത്രസഹായത്തോടെ കായൽ ചതുപ്പിലെ ചെളി കട്ടകുത്തി കായലിന്റെ ആവാഹശേഷി വർദ്ധിപ്പിക്കും. ഇവ രണ്ടിനുമായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. 3. കായലിൽ നിന്നും തോടുകളിൽ നിന്നെടുക്കുന്ന ചെളി ഉപയോഗപ്പെടുത്തി പുറംബണ്ട് വീതി കൂട്ടി അനുയോജ്യമായ സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തി ഉറപ്പിക്കുന്നതിനുള്ള ബൃഹത് പദ്ധതി കിഫ്ബിയുടെ കൂടി ധനസഹായത്തിൽ നടപ്പാക്കും. അനിവാര്യമായ സ്ഥലങ്ങളിലെ കല്ലും സ്ലാബും ഉപയോഗപ്പെടുത്തും. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക നിയന്ത്രണ പരിപാടികൾക്കായി ജലസേന വകുപ്പിന് 74 കോടി രൂപ വകയിരുത്തുന്നു. പുറംബണ്ട് നിർമ്മാണത്തിനും കായലിലെ ചെളി നീക്കം ചെയ്യുന്നത് ഉപയോഗപ്പെടുത്താം.
കൃഷിക്ക് 20 കോടി രൂപയും ഉൾനാടൻ മത്സ്യകൃഷിക്ക് 11 കോടി രൂപയും താറാവ് കൃഷിക്ക് 7 കോടി രൂപയും വകയിരുത്തുന്നു. അനുമതി നൽകിയതോ നിർമ്മാണം നടക്കുന്നതുമായ പൊതുമരാമത്ത് വകുപ്പുകളുടെയും പാലങ്ങളുടെ റോഡുകളുടെ അടങ്കൽ 385 കോടി രൂപ വരും. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ 50 കോടി രൂപയുടെ പ്രവൃത്തികൾ അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 50 കോടി രൂപ കൂടി പ്രളയാനന്തര റോഡ് പുനരുദ്ധാരണത്തിനായി വകയിരുത്തുന്നു. അങ്ങനെ 750 കോടി രൂപയാണ് കുട്ടനാട്ടിൽ ബഡ്ജറ്റിൽ നിന്ന് ചെലവഴിക്കപ്പെടുക. കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായി 2-3 വർഷം കൊണ്ട് പൂർത്തിയാകുന്ന വയനാട് ജില്ലാ പാക്കേജിന് 2000 കോടി രൂപ ധനമന്ത്രി പ്രഖ്യാപിച്ചു. പദ്ധതി 3 വർഷം കൊണ്ട് നടപ്പിലാക്കും. ബ്രാൻഡഡ് കാപ്പിയുടെ ഉത്പാദനം വയനാട്ടിലെ കിൻഫ്ര പാർക്കിൽ ആരംഭിക്കും. സൂക്ഷ്മ ജലസേചന പദ്ധതികളുടെ നടത്തിപ്പിന് 4 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വയനാട്ടിൽ 70 ലക്ഷം മരങ്ങൾ വച്ചുപിടിപ്പിക്കും. വയനാട് പാക്കേജിന്റെ കേന്ദ്രബിന്ദു കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച മലബാർ കാപ്പിയും കാർബൺ ന്യൂട്രൽ വയനാട് പദ്ധതിയുമാണ്. ഇതിന് 500 കോടി രൂപയാണ് മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്നത്. കിൻഫ്രയുടെ 100 ഏക്കറിൽ 150 കോടി രൂപയുടെ മെഗാ ഫുഡ് പാർക്ക് 2021 ആരംഭിക്കും. ഇവിടെ ആയിരിക്കും ബ്രാൻഡഡ് കാപ്പിയുടെയും പഴവർഗ്ഗങ്ങളുടെയും പൊതുസംസ്കരണ സംവിധാനങ്ങൾ. 3 വർഷം കൊണ്ട് നടപ്പാക്കുന്ന വയനാട് ജില്ലാ പാക്കേജിന് 2000 കോടി രൂപയാണ് അടങ്കൽ. 6500 ഹെക്ടർ ഭൂമിയിൽ മുളവെച്ച് പിടിപ്പിക്കും. 70 ലക്ഷം മരങ്ങളും നട്ടുപിടിപ്പിക്കും. പ്രവാസികളുടെ പുനരധിവാസത്തിന് 27 കോടി രൂപ അനുവദിച്ചു. പ്രവാസി ക്ഷേമത്തിന് ബജറ്റിൽ 90 കോടി രൂപയാണ് വകയിരുത്തിയത്. പ്രവാസി ക്ഷേമനിധിക്കായി 9 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ലോക കേരള സഭയ്ക്ക് 12 കോടി രൂപ ധനമന്ത്രി അനുവദിച്ചു. പ്രവാസി ക്ഷേമത്തിനുള്ള അടങ്കൽ 2020-21 90 കോടി രൂപയായിട്ട് ഉയർത്തുകയാണ്. കുടുംബശ്രീക്കായി 600 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. എല്ലാ നഗരങ്ങളിലും ഷീ ലോഡ്ജ് സംരംഭങ്ങൾ തുടങ്ങും. 5000 തൊഴിൽ സംരംഭങ്ങൾ കുടുംബശ്രീ ഇന്റേൺഷിപ്പ് പരിപാടികൾക്ക് എന്നിവയ്ക്കായി നടപ്പിലാക്കും. നിർഭയ ഹോം പദ്ധതിക്ക് 10 കോടി രൂപ അനുവദിച്ചു. 30,000 പ്രതിദിന വരുമാനമുള്ള കുടുംബശ്രീ ഹോട്ടൽ ശൃംഖലകൾ നടപ്പാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ആശാ വർക്കർമാരുടെ ഓണറേറിയം 500 രൂപയാക്കി ഉയർത്തി. സ്ത്രീയുടെ ദൃശ്യത ഉയർത്തുന്നതിൽ കുടുംബശ്രീ വലിയ സംഭാവനയാണ് കേരളത്തിൽ നൽകുന്നത്. 2016-17 പൂർണ്ണമായും സ്ത്രീകൾക്ക് ഉള്ള സ്കീമുകൾ അടങ്കൽ 760 കോടി രൂപയും പദ്ധതി അടങ്കലിന്റെ 4% 760 കോടി രൂപ 4%. 2021 ബഡ്ജറ്റിൽ ഈ തുക 1509 കോടി രൂപയായും പദ്ധതി വിഹിതം 7.3% ഉയർത്തുന്നു. 2020-21 താഴെ പറയുന്ന ലക്ഷ്യങ്ങൾ കുടുംബശ്രീക്കായി നിശ്ചയിക്കുന്നു. എല്ലാ നഗരങ്ങളിലും ഷീ ലോഡ്ജ് സംരംഭങ്ങൾ, 200 കേരള ചിക്കൻ ഔട്ട്ലെറ്റുകൾ, ഹരിതകർമ്മ സേനകളുമായി യോജിച്ച് 1000 ഹരിത സംരംഭങ്ങൾ, പ്രതിദിനം 30,000 ടേൺ ഓവറുള്ള 50 ഹോട്ടലുകൾ, 1000 വിശപ്പ് രഹിത ഹോട്ടലുകൾ, 500 ടോയ്ലറ്റ് കോംപ്ലക്സുകൾ നടത്തിപ്പ്, 5000 തൊഴിൽ സംരംഭങ്ങൾ, ആലപ്പുഴ മാതൃകയിൽ 14 ട്രൈബൽ മൈക്രോ പ്രൊജക്റ്റുകൾ, 20,000 ഏക്കറിൽ ജൈവ കൃഷി, 500 ജെൻഡർ റിസോഴ്സ് സെന്ററുകൾ, കോഴിക്കോട് മാതൃകയിലെ എല്ലാ ജില്ലകളിലും ഹോം ഷോപ്പുകൾ, കുടുംബശ്രീ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം, 4% പലിശക്ക് 3000 കോടി രൂപയുടെ ബാങ്ക് വായ്പ. കുടുംബശ്രീക്ക് 250 കോടി രൂപ വകയിരുത്തുന്നു. ഇതിനു പുറമെ റീബിൽഡ് കേരളയിൽ നിന്ന് ഉപജീവന സംരംഭങ്ങൾക്കായി 200 കോടി രൂപയുടെ ലഭ്യമാകും. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ധനസഹായമടക്കം 600 കോടി രൂപയാണ് കുടുംബശ്രീയുടെ മൊത്തം ബഡ്ജറ്റ്. ഇതിനു പുറമെ സ്റ്റാർട്ടപ്പുകൾക്ക് പലിശരഹിത വായ്പ 10 കോടി 10% പലിശയിൽ വായ്പ അനുവദിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, പ്രമുഖ കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് വർക്ക് ഓർഡർ ഉള്ളവർക്ക് ആസ്തി സെക്യൂരിറ്റി ഇല്ലാതെ വായ്പ ലഭ്യമാക്കും. വർക്ക് ഓർഡറിൻ്റെ 90% പരമാവധി 10 കോടി രൂപ വരെ 10% പലിശയ്ക്ക് ലഭ്യമാക്കുന്നതിന് സ്കീം പ്രഖ്യാപിക്കുന്നു. പർച്ചേസ് ഓർഡറുകളാണെങ്കിൽ അവർ ഡിസ്കൗണ്ട് ചെയ്ത് പണം നൽകും. IT സെക്രട്ടറി ചെയർമാനായുള്ള ഒരു വിദഗ്ധ കമ്മിറ്റി നൽകുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ KFCയും KSIDCയും കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ തന്നെ അക്രോസ് ദി കൗണ്ടർ പണം ലഭ്യമാക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 60 പുതിയ കോഴ്സുകൾ തുടങ്ങും. ന്യൂ ജനറേഷൻ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സുകളാണ് നടപ്പിലാക്കുക. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന് 5 കോടി അനുവദിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 1000 പുതിയ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനായി 493 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്.
ഉന്നത വിദ്യാഭ്യാസത്തിന് 493 കോടി രൂപയാണ് പദ്ധതി അടങ്കൽ. ഇതിൽ 125 കോടി രൂപ കേരള, കോഴിക്കോട്, കണ്ണൂർ, മഹാത്മാഗാന്ധി സംസ്കൃതം, മലയാളം, നിയമം സർവകലാശാലകൾക്ക് വേണ്ടിയുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് 16 കോടി രൂപയും KCHRന് 9 കോടി രൂപയും വകയിരുത്തുന്നു. അസാപ്പിന് 50 കോടി രൂപ വകയിരുത്തുന്നു. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസിന് ആൻഡ് ആർട്സിന് 5 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 2 കോടി രൂപ മ്യൂസിയങ്ങൾക്കുള്ള വീഡിയോ ഡോക്യുമെന്റേഷന് വേണ്ടിയാണ്. അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള എറുഡേറ്റ് സ്കോളർഷിപ്പ് സപ്പോർട്ട്, വാക്ക് വിത്ത് സ്കോളർ, ഫോറസ്റ്റ് റിസർച്ച്, ഫോസ്റ്ററിംഗ് റിസർച്ച് ഇൻ സ്റ്റുഡൻസ്, ഓറീസ് തുടങ്ങിയ വിവിധങ്ങളായ പദ്ധതികൾ തുടരുന്നതാണ്. സർ, ചില സർവകലാശാലകൾക്ക് നോൺ പ്ലാൻ വിഹിതം താഴ്ന്നതാണ്. ധനസ്ഥിതി പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ വർധനവ് പിന്നീട് നൽകുന്നതാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാൻ സൗജന്യ ഇന്റർനെറ്റും സമ്പൂർണ്ണ ഡിജിറ്റലൈസ്ഡ് ക്ലാസുകളും നടപ്പാക്കും. മുഴുവൻ സ്കൂളുകളിലും സൗഹൃദ നിലയങ്ങൾ സ്ഥാപിക്കും. ലാബുകൾ നവീകരിക്കും. സ്കൂളുകളിൽ സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കും. യൂണിഫോം അലവൻസ് എന്നത് 400 നിന്ന് 600 രൂപയാക്കി ഉയർത്തി. ഉന്നത വിദ്യാഭ്യാസത്തിനായി 493 കോടി രൂപ അനുവദിച്ചു. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം നിയന്ത്രിക്കും. ഒരു കുട്ടി വർദ്ധിച്ചാൽ ഒരു തസ്തിക സൃഷ്ടിക്കുമെന്ന നിലപാട് മാറണമെന്നും ധനമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ ചട്ടം ഭേദഗതി ചെയ്യുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കുട്ടികളെ സർഗാത്മക പരിപോഷിപ്പിക്കുന്ന തരത്തിൽ പൊതുവിദ്യാലയങ്ങൾ നവീകരിക്കും. കിഫ്ബി, പ്ലാൻ ഫണ്ട്, MLA, MP ഫണ്ടുകൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തുടങ്ങിയവയിൽ നിന്ന് ഏതാണ്ട് 3500 കോടി രൂപയുടെ 80 ലക്ഷം ചതുരശ്രടി കെട്ടിടങ്ങളാണ് നിർമ്മാണത്തിലിരിക്കുന്നത്. ഇത്തരമൊരു നവീകരണത്തിന് സമാനതകളില്ല. എയ്ഡഡ് സ്കൂളുകളിൽ ചലഞ്ച് ഫണ്ടായി 20 കോടി രൂപ നൽകിക്കഴിഞ്ഞു. ഈ പദ്ധതി 2021 തുടരും. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മൊത്തം അടങ്ങൾ 19,130 കോടി രൂപയാണ്. അക്കാദമിക് നിലവാരം പുലർത്തുന്നതിനും അനുബന്ധ വിദ്യാഭ്യാസ പരിപാടികൾക്കുമുള്ള എല്ലാ സ്കീമുകളും തുടരും. ചുവടെ പറയുന്ന പുതിയ പരിപാടികളും ഏറ്റെടുക്കുന്നതാണ്. പുതിയ കെട്ടിടങ്ങളിൽ പുതിയ ഫർണിച്ചറുകൾക്ക് വേണ്ടിയുള്ള സ്കീമിന് രൂപം നൽകുന്നതാണ്. പഴയ ഫർണിച്ചറുകൾ പുനരുപയോഗിക്കും. ഘട്ടം ഘട്ടമായി മുഴുവൻ സ്കൂളുകളും സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കും. സ്കൂൾ ക്ലസ്റ്ററുകൾ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ടാലന്റ് സ്കീമിന് രൂപം നൽകും. ശ്രദ്ധ സ്കീമുകൾ വിപുലീകരിക്കും. ലാബുകൾ നവീകരിക്കും. സ്കൂൾ യൂണിഫോമിന്റെ അലവൻസ് 400 രൂപയിൽ നിന്ന് 600 രൂപയായി ഉയർത്തുന്നു. പ്രതിഭാതീരം പദ്ധതി വ്യാപിപ്പിക്കും. പ്രീ പ്രൈമറി അധ്യാപകരുടെ അലവൻസ് 500 രൂപ, അധ്യാപകരുടെയും ആയമാരുടെയും അലവൻസ് 500 രൂപ വർദ്ധിപ്പിക്കുന്നു. പാചക തൊഴിലാളിയുടെ കൂലി 50 രൂപ ഉയർത്തുന്നു. ബജറ്റിനോടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പ്രതിപക്ഷ പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി MP പ്രതികരണമാണ് ആദ്യം വന്നത്. അദ്ദേഹം ബജറ്റ് നിരാശാജനകമാണ് എന്നാണ് വ്യക്തമാക്കിയത്. 2 തരത്തിൽ ഈ ബജറ്റിനോടുള്ള പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒന്ന്, ബജറ്റിലെ ഉള്ളടക്കം, ബജറ്റിലെ ധനകാര്യ നിർദ്ദേശങ്ങൾ, അതുപോലെ നികുതി നിർദ്ദേശങ്ങൾ, ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ, ഇതൊക്കെ സംബന്ധിച്ച പ്രതികരണങ്ങൾ ഉണ്ടാകും. അതിനൊപ്പം തന്നെ ബജറ്റ് ഒരു രാഷ്ട്രീയം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായ നിലപാട് ബജറ്റിന്റെ ആദ്യ പേജുകളിൽ ഉണ്ട്. ഗാന്ധിജി വെടിയേറ്റു വീണ സമയത്തെ ഒരു ചിത്രം ബജറ്റിന്റെ ഉള്ളടക്കത്തിൽ ഉൾപ്പെടുത്തിയത് അത് കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകാനാണ് എന്ന് ധനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അതിനോടുള്ള പ്രതികരണങ്ങളൊക്കെ അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകും. വിജയകുമാർ, ഈ ധനമന്ത്രി ആ കാര്യം മറച്ചു വെക്കുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാകേണ്ടതല്ല. പക്ഷെ അതേസമയം തന്നെ ഇതിൽ വ്യക്തമായൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം പ്രകടിപ്പിക്കുക തന്നെയാണ് ചെയ്തത്. ഏതായാലും വിജയൻ പറഞ്ഞതുപോലെ സ്വാഭാവികമായും അതിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകും, വിമർശനങ്ങൾ ഉണ്ടാകും. അതേസമയം തന്നെ ആ ബജറ്റിന്റെ ഉള്ളടക്കത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങളും ഉണ്ടാകും. വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി മണിക്കൂറുകളിൽ ഇത്തരം പ്രതികരണങ്ങൾ. ആ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് വളരെ വേഗം മടങ്ങി വരാം.